عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത് സൂറത്തുൽ ബഖറയിലെ 278-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട്, സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശ ഇനത്തിൽ നിങ്ങൾക്കിനി ലഭിക്കാനുള്ള ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ ആ സത്യവിശ്വാസം നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കണം എന്ന് അല്ലാഹു തആല പറയാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. നമുക്കറിയാം, പലിശ എന്നുള്ളത് വൻപാപത്തിൽ എണ്ണിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. പലിശയുമായി ബന്ധപ്പെട്ട പല ആളുകളും അവർക്കെല്ലാം അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശാപമുണ്ട് എന്ന് വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു റിവായത്തിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവോ ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാര്യം പിന്നെ വൻപാപത്തിലാണ് എണ്ണാറുള്ളത്. പലിശ തിന്നുന്നവൻ, അത് തീറ്റിപ്പിക്കുന്നവൻ, അത് രേഖപ്പെടുത്തുന്നവൻ, അതിന് സാക്ഷികളായി നിൽക്കുന്നവർ എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം വന്നിട്ടുള്ള പാപമാണ് പലിശ എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാൻ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അഥവാ അല്ലാഹുവിനെ അനുസരിക്കണം, കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണം, വിരോധിച്ച് ഒഴിവാക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശ ഇനത്തിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ, അതാ സൂറത്തുൽ ബഖറയിലെ 278 മുൻപുള്ള പല ആയത്തുകളിലും പലിശയുടെ ഗൗരവത്തെ അറിയിക്കുന്നതും പലിശ വിരോധിച്ചുകൊണ്ടുള്ളതും അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പലിശ ഹറാമാണ് എന്നുള്ളതിൽ സംശയമല്ല. പിന്നെ ബാക്കിയുള്ളത് ഒഴിവാക്കുക എന്ന നിലക്ക് ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം, ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം എന്ന് പറയുന്നത്, മക്കം ഫത്ത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ മക്കയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് അത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. അങ്ങനെ അവിടെ സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ബനു അംർ വിഭാഗക്കാർ, അവർക്ക് മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട മുഗീറ വിഭാഗത്തിൽ നിന്ന് കുറച്ച് പലിശ ഇനത്തിൽ പണം ലഭിക്കാനുണ്ടായിരുന്നു. അവർ മുമ്പ് കൊടുത്തത് അതിന്റെ പലിശ ലഭിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മക്കം ഫത്തിന് ശേഷം ഇവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഈ പലിശയുടെ തുടക്കക്കാരാണ് ഇസ്ലാമിൽ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഈ പലിശയുടെ ഇനം ബാക്കി തിരിച്ച് ലഭിക്കണം എന്ന് ഈ സഖീഫ് ഗോത്രം ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഈ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഈ മുഗീറ വിഭാഗക്കാർ നമുക്ക് മുസ്ലിമുകളായിട്ടുണ്ട്, ഇനി നൽകാൻ പറ്റില്ല എന്ന നിലക്ക് പറഞ്ഞു. അങ്ങനെ ഈ വിഷയം ചർച്ച വന്നപ്പോൾ അവിടുത്തെ വലിയായിട്ട് റസൂലുള്ളാഹി ഏൽപ്പിച്ചിരുന്ന അത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തയക്കുകയും എന്താണ് ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് എന്ന് കത്തയക്കുകയും ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത്. അങ്ങനെ ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം സഖീഫ് ഗോത്രക്കാർ തൗബ ചെയ്ത് മടങ്ങുകയും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. അതിന് തൊട്ടടുത്ത ആയത്തും അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതിൽ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് തുടങ്ങിയതും ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തത്. അതായത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള, ഈമാനിലേക്ക് വന്നിട്ടുള്ള പുതിയ ആളുകളാണ്. അപ്പോൾ ഈമാൻ എന്നുള്ളത് ഒരു ഖൈദാണ്, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണമെങ്കിലും വിരോധനങ്ങൾ ഒഴിവാക്കണമെങ്കിലും ഒക്കെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഈമാനാണ്. ആ ഈമാൻ യഥാർത്ഥത്തിൽ ഉപകരിക്കണമെങ്കിൽ, ഒരാൾ പറയാണ് ഞാൻ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നതാണ്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവനാണെന്നൊക്കെ പറയുന്നുണ്ട് വിചാരിക്കുക. ആ ഈമാൻ, ആ വിശ്വാസം അവന് ഉപകരിക്കണമെങ്കിൽ
അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധങ്ങൾ ഒഴിവാക്കുകയും വേണം. എന്നാൽ മാത്രമേ ഈമാൻ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈമാൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു തുടങ്ങിയിട്ടും അവസാനത്തിൽ വീണ്ടും ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് പറയുന്നത്. അഥവാ ഈമാൻ ഉണ്ട് അവർക്ക്, ആ ഈമാൻ ഉപകരിക്കണമെങ്കിൽ അതിനിടയിൽ വന്നിട്ടുള്ള ആ കാര്യം അവർ അനുസരിക്കണം. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. വദറൂ മാ ബഖിയ മിന റിബ, പലിശ ഇനത്തിൽ എന്താണോ ഇനി ബാക്കി, പ്രത്യേകിച്ച് ഇറങ്ങിയ സാഹചര്യത്തിൽ സഖീഫ് ഗോത്രക്കാർക്ക് എന്താണോ അവിടുന്ന് ലഭിക്കാനുള്ളത് അത് നിങ്ങൾ ഒഴിവാക്കണം, അതിന് വാങ്ങാൻ പാടില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. തൊട്ട അടുത്ത ആയത്തും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പറയാണ് ഫഇൻ ലം തഫ്അലൂ, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ ആ പലിശ ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, പറയാണ് അവരറിയിക്കുക, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുള്ള ഒരു യുദ്ധം നിങ്ങൾക്കെതിരെ ഉണ്ട് എന്ന നിലക്ക് താക്കീത് ചെയ്യുക. ഖുർആനിൽ ഇത്ര ഗൗരവത്തിൽ അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാപം ഈ പലിശയാണ്. പലിശയിലാണ് ഈ തരത്തിൽ ഇത്ര ഗൗരവത്തിൽ അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന നിലക്ക് വന്നിട്ടുള്ളത്. അത് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ. നമ്മുടെ നാടുകളിൽ ഇന്ന് ചിലപ്പോ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായിരിക്കും, ബാക്കി ഒരുപാട് ദീനിയായ കാര്യങ്ങൾ ഇടപഴകുന്ന ആളുകളായിരിക്കും. പക്ഷെ പലിശയുടെ വിഷയത്തിൽ തീരെ ശ്രദ്ധയില്ലാത്ത, തീരെ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ കാണാത്ത, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ലേ, ഈ പലിശയെ ന്യായീകരിച്ച് അതിനെ പലിശ അല്ലാത്ത തരത്തിൽ ഓരോ തരത്തിൽ, പലിശ എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള പല ഇനങ്ങളിലായി മാറിയിട്ടുണ്ട്. അതായത് ഒരു കാര്യം പലിശയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിൽ ഇന്ന് വ്യത്യസ്ത പേരുകളിൽ ഒക്കെ ഇന്ന് പലിശ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ പോലും പലിശയുടെ വിഷയത്തിൽ ഒരു അലംഭാവം കാണിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ആയത്ത് അവർ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കുറ്റമായിട്ടാണ്, പാപമായിട്ടാണ് പലിശ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു വ ഇൻ തുബ്തും, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എങ്കിൽ ഫലക്കും റൂസ് അംവാലിക്കും, നിങ്ങൾക്കുണ്ട് ആ പലിശയുടെ മുതൽ. ഇപ്പൊ പലിശ എന്ന് പറഞ്ഞാൽ ഒരു മുതൽ കൊടുത്തിട്ട് അതിനാണോ പലിശ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ കടമായി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള ആ മുതലായിട്ടുള്ള പണം എന്താണോ അല്ലെങ്കിൽ എന്താണോ വസ്തു, അത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോ സഖീഫ് ഗോത്രവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മുതലായിട്ടുള്ള പണം എത്രയാണോ അത് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം, പലിശ നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് പറഞ്ഞു ലാ തുബ്ലിമൂന വലാ തുബ്ലമൂൻ, നിങ്ങൾ ദുൽമു ചെയ്യുകയും ചെയ്യരുത്, നിങ്ങൾക്കെതിരെ ദുൽമു ചെയ്യപ്പെടുകയും ചെയ്യരുത്. നിങ്ങൾ ദുൽമു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇനി ആ പണത്തിന്റെ മുതൽ കൊടുത്തിട്ടുള്ള പണത്തിന്റെ പലിശ നിങ്ങൾ വാങ്ങരുത്. നിങ്ങളുടെ മേലെ ദുൽമു ചെയ്യപ്പെടരുത് എന്ന് പറഞ്ഞാൽ ആ മുതൽ ആയിട്ടുള്ള പണം ലഭിക്കുന്നതിൽ നിങ്ങൾക്കൊരു കുറവും വരുത്തരുത്, അത് അവരെന്തായാലും തിരിച്ചു നൽകുകയും വേണം. അപ്പോൾ പലിശ നിഷിദ്ധമാക്കിയിട്ട് മുമ്പ് നിഷിദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ഈ സഖീഫ് ഗോത്രത്തിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ ഈ ആയത്ത് ഇറങ്ങുകയും അതിലൊരു വ്യക്തത വരുത്തുകയും ചെയ്തു. അപ്പോൾ അവർ അത്ര കാലം അവർക്ക് ലഭിച്ചിരുന്ന പലിശ അത് കഴിഞ്ഞു, അവർ കഴിഞ്ഞത് ഒഴിവായി കിട്ടി. ഇനി പലിശ വാങ്ങാൻ പാടില്ല, പക്ഷെ മുതലായിട്ടുള്ള പണം ഇവർക്ക് അവർ നൽകുകയും വേണം എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചു. അപ്പോൾ അതാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള സന്ദർഭവും ഈ ആയത്തിന്റെ ആശയവും. പലിശ എന്നുള്ള ആ പാപം അത് വളരെ ഗൗരവമുള്ളതാണ്. അതുമായി ബന്ധപ്പെടുന്ന പല മേഖലകളിൽ അത് ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും താക്കീത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗൗരവത്തിൽ തന്നെ അതിനെ നമ്മൾ സൂക്ഷിക്കണം. അടുത്ത ആയത്ത് സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായിട്ടുള്ള ആയത്തുദ്ദൈൻ എന്ന് അറിയപ്പെടുന്ന കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മര്യാദകൾ എഴുതിയിട്ടുള്ള ആയത്താണ്, പഠിപ്പിച്ചിട്ടുള്ള ആയത്താണ് ആയത്തുദ്ദൈൻ എന്ന് പറയുന്നത്. കടം എന്നുള്ളത് നമുക്കറിയാം, മനുഷ്യരുടെ ഇടയിൽ പല തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ, കച്ചവടവും അതുപോലെ തന്നെ പല കാര്യങ്ങളും നടക്കുന്നതിൽ മനുഷ്യന് കൊടുക്കലും വാങ്ങലുമൊക്കെ ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ് കടം എന്നുള്ളത്. കടം നൽകുക എന്നുള്ളത് സ്വതക്ക നൽകുന്നത് പോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മറ്റൊരാൾ ഒരു ആവശ്യക്കാരനായിരിക്കുമ്പോൾ അവന് ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കടം നൽകുക എന്നുള്ളത്. അതുപോലെ തന്നെ കടം വാങ്ങുന്നവർ അത് കൃത്യസമയത്ത് തന്നെ വീട്ടിൽ കൊടുക്കുക, അതിന് നിർണയിച്ചിട്ടുള്ള സമയത്ത് തന്നെ വീട്ടിൽ കൊടുക്കുക എന്നുള്ളത് ആ ഒരു ഉദ്ദേശത്തിലായിരിക്കണം അവൻ കടം വാങ്ങേണ്ടതും. ഇപ്പോൾ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംവാലൻ നാസ് യുരീദു അദാഅഹ
ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് കടം വാങ്ങുകയാണ്. അപ്പോൾ വാങ്ങുമ്പോൾ തന്നെ അവൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ കടം വീട്ടണം, ഈ സമയത്തിന് കൃത്യസമയത്തിന് വീട്ടണം എന്നുള്ള ഉദ്ദേശത്തിലും സത്യസന്ധമായ നിയ്യത്തിലുമാണ് വാങ്ങുന്നതെങ്കിൽ അല്ലാഹു അൻഹു, അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടിക്കൊടുക്കും. ഇനി അതല്ല, ഒരാൾ കടം വാങ്ങുമ്പോൾ തന്നെ ഇത് തിരിച്ചെടുക്കൊന്നും വേണ്ട, അവനെ പറ്റിക്കാം എന്നുള്ള നിലക്കാണെങ്കിൽ അത്ലഫഹുല്ലാഹ്, അവനെ അല്ലാഹു തആല ആ നിലക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ അല്ലാഹു ആക്കും. അപ്പോൾ കടം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷഹീദായി മരണപ്പെടുന്ന വ്യക്തിക്ക് പോലും ആ കടത്തിന്റെ വിഷയത്തിൽ നിന്ന് ഒഴിവായാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചില ഹദീസുകൾ കാണാം. ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടബാധ്യതയുള്ള ആളായിക്കൊണ്ട് മരണപ്പെട്ട മയ്യിത്തിന് വേറൊരാളത് ഏറ്റെടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. പിന്നീട് ഇസ്ലാമിൽ ബൈത്തുൽ മാലിലൊക്കെ ധാരാളം സമ്പത്തൊക്കെ ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കടം കൊടുത്തു വീട്ടാറുണ്ടായിരുന്നു. ഇനി കടം ആരെങ്കിലും ഏറ്റെടുത്താൽ ഒരിക്കലും ആ മയ്യത്ത് കടബാധ്യത നിന്ന് ഒഴിവാകുന്നില്ല, അത് വീട്ടിയാൽ ഒഴിവാകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പോയിട്ട് കടബാധ്യത ഉണ്ട് പറഞ്ഞ് വേറെ ആളെ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചോദിച്ചു, അത് വീട്ടിയോ? അപ്പോൾ ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ ആ നിലക്ക് പറഞ്ഞപ്പോൾ അത് വീട്ടിയാൽ മാത്രമേ അതിൽ നിന്ന് ഒഴിവാവുകയുള്ളൂ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടബാധ്യതയോടുകൂടി മരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം. കടബാധ്യതയിൽ നിന്ന് ധാരാളം രക്ഷ നേടുന്ന ദുആകളൊക്കെ വന്നിട്ടുണ്ട്. പരമാവധി അതിൽ നിന്ന് ഒഴിവായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പക്ഷെ മനുഷ്യനാണ്, ആവശ്യം വരും. എന്നാൽ അത് വീട്ടാനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം പരിശ്രമിക്കുകയെല്ലാം വേണം. ഇനി ഈ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 282-ാമത്തെ ആയത്തുദ്ദൈൻ എന്ന് പറയുന്നത് കടബാധ്യത, കടം കൊടുക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ മുസ്ലിമും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് ഈ ആയത്ത് വായിച്ചിട്ട് നമുക്ക് അതിന്റെ ആശയം പറയാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാം, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹ്, നിങ്ങൾ ഒരു കൃത്യമായ കാലയളവ് നിർണയിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ വീട്ടാമെന്നുള്ള നിലക്കൊക്കെ കടപാടുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കണം. വൽയക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ, ആ രണ്ടാളുകൾക്കിടയിൽ, കൊടുക്കുന്ന ആളും വാങ്ങുന്ന ഇടയിൽ ഈ കടബാധ്യത എഴുതി വെക്കുന്ന ഒരാൾ നീതിപൂർവം അത് എഴുതി വെക്കട്ടെ. വലാ യഅബ കാതിബുൻ അയക്തുബ കമാ അല്ലമഹുല്ലാഹ്, ആ കടബാധ്യത എഴുതി വെക്കാൻ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള അഥവാ അറിവ് നൽകിയിട്ടുള്ള ആളുകൾ അത് എഴുതി വെക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വരില്ല എന്ന നിലക്ക് പറയാൻ പാടില്ല. അവരത് എഴുതി വെക്കണം. അതെന്ന് വിളിച്ചാൽ അവരത് എഴുതി വെക്കാൻ ചെല്ലണം. കാരണം അല്ലാഹു നൽകിയിട്ടൊരു ഇൽമാണ്. ഫൽയക്തുബ് വൽയുംലില്ലദീ അലൈഹിൽ ഹഖ്, ആരാണ് ആ എഴുതേണ്ട വാചകങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ആരാണോ കടബാധ്യതനാകുന്നത്, ആരാണോ കടം വാങ്ങുന്നത്, അവനാണ് എഴുതി വെക്കേണ്ട വാചകങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത്ര പണമാണ് അല്ലെങ്കിൽ ഇത്ര കാര്യമാണ് ഞാൻ വാങ്ങുന്നത്, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ പറയേണ്ടത്. ആരാണോ കടം വാങ്ങുന്നത് അവനായിരിക്കണം. വൽയത്തഖില്ലാഹ റബ്ബഹു, ആ വാങ്ങുന്നവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. വലാ യബ്ഖസ് മിൻഹു ഷൈഅൻ, ആ എഴുതുന്നതിൽ അവനൊരു കൃത്രിമവും കാണിക്കാൻ പാടില്ല. എന്തെങ്കിലും കുറച്ച് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടോ പറയാൻ പാടില്ല. فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه, ഇനി കടം വാങ്ങുന്ന ഒരാൾ അവന് അത്ര കഴിവില്ല, അല്ലെങ്കിൽ സംസാരശേഷിയില്ല, അല്ലെങ്കിൽ കുട്ടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുള്ള ആളാണ്, അതായത് കൃത്യമായിട്ട് എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവോ കഴിവൊന്നും ഇല്ല എങ്കിൽ അവന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വലിയ എന്ത് ചെയ്യട്ടെ, എന്താണ് കടബാധ്യതയിൽ ആ രേഖയിൽ എഴുതേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അതായത് കടം വാങ്ങുന്ന ആൾക്ക് രേഖയിൽ എഴുതേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് അവനാണല്ലോ. അപ്പൊ അവനിതിങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള വിദ്യാഭ്യാസമോ അറിവോ ഇല്ല, അല്ലെങ്കിൽ ഊമയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറവുകളുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ആ കടം വാങ്ങുന്നവന്റെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ആ എഴുതേണ്ടത് പറഞ്ഞു കൊടുക്കട്ടെ. ബിൽ അദ്ൽ, നീതിപൂർവം. വസ്തശ്ഹിദു ഷഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് 2 സാക്ഷികളെയും വെക്കുക. എഴുതിയാൽ മാത്രം പോരാ, 2 സാക്ഷികളെയും വെക്കണം, പുരുഷന്മാരായിട്ടുള്ള 2 സാക്ഷികൾ. ഫഇല്ലം യകൂനാ റജുലൈനി ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർളൗന മിനശ് ശുഹദാ, ഇനി 2 പുരുഷന്മാരെ സാക്ഷികളായി കിട്ടിയില്ല എങ്കിൽ ഒരു പുരുഷനെയും മറ്റൊരു പുരുഷന് പകരമായി 2 സ്ത്രീകളെയും സാക്ഷികളായി വെക്കുക. സാധാരണഗതിയിൽ 2 പുരുഷന്മാർ സാക്ഷിയായിട്ടുണ്ടാവണം.
ഇനി 2 പുരുഷന്മാർ കിട്ടിയില്ല, ഒരു പുരുഷനേ ഉള്ളൂ എങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീകളും അവിടെ സാക്ഷിയായിട്ട് ഉണ്ടാവണം. അൻ തവല്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമൽ ഉഖറ. അത് 2 സ്ത്രീകൾ, അതിലോ ഒരു സ്ത്രീ എന്തെങ്കിലും മറന്നുപോവാണ്, സാക്ഷ്യം നിന്നതിൽ എന്തെങ്കിലും കാര്യം വിട്ടുപോവാണ്, മറന്നുപോവാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്ത്രീ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണത്. വലാ യഅബ ശുഹദാഉ ഇദാ മാ ദുഉ. സാക്ഷി നിന്ന ആളുകൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ സാക്ഷി എന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല, അവർ വരണം. വലാ തസ്അമു അൻ തക്തുബൂഹു സഗീറൻ ഔ കബീറൻ ഇലാ അജ്ലിഹി. ഇനി ഈ കടബാധ്യത വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും എഴുതി വെക്കുന്നത് അത് വലിയ സംഖ്യയാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ചെറിയതാണെങ്കിലും നിങ്ങൾ എന്ത് മടി കാണിക്കരുത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കുക തന്നെ വേണം. ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا. അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവമാകുന്നതും സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും ദൃഢമാകാനും അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു സംശയത്തിന് പിന്നെ ഒരു ഇടം വരാതിരിക്കാനും നല്ലത് ചെറിയ സംഖ്യ ആയാലും വലിയ സംഖ്യ ആണെങ്കിലും അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇല്ല അൻ തകൂന തിജാറതൻ ഹാദിറതൻ തുദീറൂനഹാ ബൈനക്കും. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഏത് വിഷയത്തിൽ? അപ്പപ്പം നടക്കുന്ന കച്ചവടത്തിൽ. ഇപ്പോൾ വലിയൊരു കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, അതിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ രേഖപ്പെടുത്തൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഫലൈസ അലൈക്കും ജുനാഹുൻ അല്ലാ തക്തുബൂഹ. അങ്ങനെ അപ്പപ്പം നടക്കുന്ന കച്ചവടത്തിൽ നിങ്ങൾ എഴുതിയില്ല എങ്കിൽ കുഴപ്പമില്ല. വഷ്ഹിദു ഇദാ തബായഅതു. പക്ഷേ ആ കച്ചവടത്തിൽ സാക്ഷിയെ വെക്കുക, രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല, പക്ഷെ സാക്ഷിയെ വെക്കുക. വലാ യുബാറ കാതിബുൻ വലാ ഷഹീദുൻ. ഈ രേഖപ്പെടുത്തുന്ന ആളാവട്ടെ, എഴുതുന്ന ആളാവട്ടെ, അതുപോലെ തന്നെ സാക്ഷി എന്ന ആളുകളാവട്ടെ, അവരെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടില്ല. അതായത് കടം കൊടുത്ത ആളും വാങ്ങിയ ആളും അവരെന്തെങ്കിലും രോഗിയായി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുള്ളപ്പോഴോ ഒക്കെ പോയിട്ട് നിങ്ങൾ വരണം, നിങ്ങൾ ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ പോയിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. വഇൻ തഫ്അലു. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫഇന്നഹു ഫുസൂഖുൻ. അത് ഫുസൂഖാണ്. എന്നിട്ട് പറഞ്ഞു ഫുസൂഖും ബിക്കും, അത് നിങ്ങളിൽ നിന്നുള്ള ഫുസൂഖാണ്, അഥവാ പിന്നെ ധിക്കാരമാണ്. വത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വയുഅല്ലിമുക്കുമുല്ലാഹ്. അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യവും കൃത്യമായി അറിയുന്നവനാണ്. ഇതാണ് ആയത്തിന്റെ ആശയം. ഒരു സംശയമില്ലാത്ത വിധം വ്യക്തമായി തന്നെ ഈ ആയത്തിൽ എന്താണ് കടബാധ്യതയുടെ സമയത്ത് ചെയ്യേണ്ടത് എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. ഈ ആയത്തിന്റെ തഫ്സീർ സഅദിയിൽ അദ്ദേഹം ഇതുകൊണ്ടുള്ള ഫായിദകളായിട്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള അഹ്കാമുകളായിട്ട് 50ഓളം കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറയാം. ഒന്ന്, എല്ലാവിധ കടബാധ്യതകളും അനുവദനീയമാണ് എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കലാവട്ടെ, അല്ലെങ്കിൽ അഖദുസ്സലം എന്ന് പറയും, അഥവാ ചരക്ക് വാങ്ങുന്നിടത്ത് ആദ്യം പണം കൊടുത്തിട്ട് എന്തെങ്കിലും ചരക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇന്ന സമയത്ത് തിരിച്ച് ചരക്കായിട്ട് എത്തിക്കാം എന്ന് പറയുന്ന ആ നിലക്കുള്ളതാവട്ടെ, കടമിടപാടുകളെല്ലാം അനുവദനീയമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി കടമിടപാട് നടത്തുമ്പോൾ ആ കാര്യം എഴുതി വെക്കുക എന്നുള്ളത് അതൊന്നെങ്കിൽ വുജൂബായിക്കൊണ്ട് അല്ലെങ്കിൽ മുസ്തഹബായിക്കൊണ്ട്, ഒന്നെങ്കിൽ നിർബന്ധമായിട്ടുള്ള നിലക്ക് അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന നിലക്ക് ആ കാര്യം എഴുതി വെക്കേണ്ടതാണ്. കാരണം അത് പരസ്പരം പിന്നീട് ഒരു പ്രശ്നമില്ലാതിരിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. 3, എഴുതാൻ ഒരു കാത്തിബ് ഈ കാര്യം എഴുതി വെക്കാൻ, പണമിടപാട് എഴുതി വെക്കാൻ ഒരാൾ ഉണ്ടാവുകയും അയാൾ അത് എഴുതുകയും ചെയ്യുക എന്നുള്ളത്. അയാൾ നീതിമാനായിരിക്കണം. ഒരാളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാകാൻ പാടില്ല. അതായത് കടം കൊടുക്കുന്ന ആളിലേക്കോ വാങ്ങുന്ന ആളിലേക്കോ ചാഞ്ഞു പോകുന്ന എന്തെങ്കിലും സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലോ നിൽക്കാൻ പാടില്ല. അയാൾ നീതിമാനായിരിക്കണം അയാൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എഴുതുന്ന ആള് കൃത്യമായി പണമിടപാടുകൾ എഴുതുന്നത് അറിയുന്ന ആളായിരിക്കണം. അയാൾ നീതിമാനായിരിക്കണം. അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആളായിരിക്കണം. അപ്പോൾ പിന്നെ എഴുതാൻ അറിയുന്ന ആള്, പണമിടപാടുകൾ എഴുതാൻ അറിയുന്ന ആള് അള്ളാഹു അവരെ പഠിപ്പിച്ച ഒരു ഇൽമായതുകൊണ്ട് തന്നെ ആ എഴുതാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ വരില്ല, ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാൻ പാടില്ല. അവൻ അത് എഴുതി കൊടുക്കേണ്ടത് അവന്റെ മേലെയുള്ള ബാധ്യതയാണ്, അവൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആ രേഖയിൽ എഴുതേണ്ടത് കടം വാങ്ങുന്ന ആരാണോ അയാൾ പറയുന്നതാണ് ആ രേഖയിൽ
എഴുതേണ്ടത്. അയാളുടെ വാക്കുകളാണ് അതിൽ എഴുതേണ്ടത്. ആ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. എത്രയാണോ കാര്യങ്ങൾ അത് കൃത്യമായി എഴുതണം. അതുപോലെ തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ അറിവില്ലാത്ത ആളാണെങ്കിൽ അത് എഴുതേണ്ടത് വലിയായിരിക്കണം. ആ വലിയും നീതിമാനായിരിക്കണം. നീതിമാനായ ആൾ മാത്രമേ അത് എഴുതി കൊടുക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്നൊരു ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ശർഇൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എഴുത്ത് പഠിക്കുക എന്നുള്ളത്. അതുപോലെ ആളുകൾക്കിടയിലുള്ള ഈ പണമിടപാടുകൾ എഴുതാൻ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പഠിക്കുക എന്നുള്ളത് ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇതിൽ നിന്ന് ഫായിദയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ സാക്ഷികൾ ഉണ്ടാവുക എന്നുള്ളത്, സാക്ഷി വേണം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ കുട്ടികളെ സാക്ഷിയായി പരിഗണിക്കില്ല എന്നീ ആയത്തിൽ നിന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു. പറയാനുള്ള കാരണം എന്താണ്? അതിൽ റിജാൽ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാർ വേണമെന്നുള്ളത്. മറ്റൊരു ഫായിദയായി പറയുന്നത്, സ്ത്രീകളെ മാത്രം സമ്പത്തിന്റെ വിഷയത്തിൽ ഇടപാടുകളിൽ സ്ത്രീകളെ മാത്രം സാക്ഷിയായി അവരുടെ സാക്ഷ്യം സ്വീകരിക്കപ്പെടില്ല. ഒരു പുരുഷനോടൊപ്പം 2 സ്ത്രീകളായിട്ടാണ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. സ്ത്രീകൾ മാത്രം സാക്ഷിയായി സാമ്പത്തിക ഇടപാടുകളിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് ഫായിദയായി ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞു, കുഫാറുകളുടെ സാക്ഷ്യം സ്വീകരിക്കപ്പെടില്ല. കുഫാറുകളുടെ സാക്ഷ്യം സ്വീകരിക്കപ്പെടില്ല. മുസ്ലിമീങ്ങളുടെ സാക്ഷ്യമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുപോലെ ഈ ആയത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കുള്ള ശ്രേഷ്ഠത അത് ഈ ആയത്തിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം ഒരു പുരുഷന് പകരം 2 സ്ത്രീകളാണ്. ഹദീസിലും അറിയപ്പെട്ടുള്ള കാര്യമാണ്. കാരണം സ്ത്രീകളെക്കാൾ ഓർമ്മശക്തിയിലാവട്ടെ, കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നതിലാവട്ടെ, ബാക്കി എല്ലാ രീതിയിലും പുരുഷന്മാർക്കുള്ള ശ്രേഷ്ഠത ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി സാക്ഷ്യം നിന്ന ഒരാൾ ഒരു കാര്യം മറന്നുപോയി പിന്നീട് അത് ഓർത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാവുന്നതാണ്. കാരണം ഈ ആയത്തിൽ ഫതദ്കുറു ഇഹ്ദാഹുമാ അൽ-ഉഖ്റ, ഒരാൾക്ക് ഓർമ്മയില്ലാതെ മറ്റേയാൾ ഓർമ്മിപ്പിച്ചു എന്ന നിലക്ക് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ട് പിന്നെ ഓർത്ത് പറഞ്ഞാലും ആ സാക്ഷ്യം സ്വീകരിക്കുന്നതാണ്. അതുപോലെ ഫായിദയായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, സാക്ഷ്യം നിന്ന ആൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കപ്പെട്ടാൽ അയാൾ എന്തായാലും വരണം. അയാൾ വരാതെ എതിർത്ത് നിൽക്കാൻ പാടില്ല. അതുപോലെ എന്തിനാണ് ഈ രേഖപ്പെടുത്തുന്നത്, സാക്ഷ്യം നിൽക്കുന്നത്, അതിന്റെ ഹിക്മത്ത് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു. അഖ്സതു ഇൻദല്ലാഹ് വ അഖ്വമു ലിശ്ശഹാദ വ അദ്നാ അല്ലാ തർതാബു. നീതിപൂർവ്വം കാര്യങ്ങൾ നടക്കാനും ആളുകൾക്കിടയിൽ ഒരു സംശയത്തിനുള്ള വകയില്ലാതെ കാര്യം അവിടെ ഏറ്റവും നല്ല രീതിയിലാകാനുമാണ് ഇത് എഴുതാൻ പറഞ്ഞത് എന്നുള്ള ഹിക്മത്ത് കൂടിയും ഇതിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നടക്കുന്ന കച്ചവടത്തിന് രേഖ എഴുതേണ്ട ആവശ്യമില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കച്ചവടമാണെങ്കിലും സാക്ഷികൾ നിൽക്കണം എന്നുള്ളതും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി എഴുതാൻ വന്ന കാത്തിബോ അല്ലെങ്കിൽ സാക്ഷ്യം നിന്ന ആളുകളെയോ നേരത്തെ പറഞ്ഞതുപോലെ അവരെന്തെങ്കിലും ഒരു ഞെരുക്കത്തിലോ രോഗത്തിലോ ബുദ്ധിമുട്ടിലോ ആയിരിക്കുമ്പോൾ അവരെ വിളിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതും ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ഫായിദയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ ആയത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വൈൻ തഫ്അലു ഫഇന്നഹു ഫുസൂഖും ബിക്കും, അത് നിങ്ങളുടെ ധിക്കാരമാണ്, അത് ഫുസൂഖാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഫുസൂഖ്, ഫിസ്ഖ്, ഈമാന്, നിഫാഖ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ്. കാരണം ഇവിടെ അത് ചെയ്തവർ എല്ലാം ഫാസിഖീങ്ങളാണ് എന്നല്ല അല്ലാഹ് പറഞ്ഞത്, ആ ചെയ്ത പ്രവൃത്തി ഇതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ആളുകളുടെ ഇടയിലും ഉള്ളിലും നിഫാഖിന്റെ ഒരു അംശമോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളോ ഒരു അംശം ഉണ്ടാകും. മാന്യന്മാർ അത് സൂക്ഷിച്ച് മറച്ചു വെക്കുന്നു, അതിനെ പിടിച്ചു നിർത്തുന്നു, അല്ലാത്തവരത് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ ഓരോ ആളുകളുടെയും ഉള്ളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് ഈ ആയത്തിന്റെ ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് എടുക്കുന്നുണ്ട്. അതുപോലെ സാക്ഷികൾ എന്നുള്ളത് 2 ആളുകളും തൃപ്തിപ്പെടുന്ന ആളുകളായിരിക്കണം. കാരണം മിമ്മൻ തർലൗന മിന ശുഹദ എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തൃപ്തിപ്പെടുന്ന ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ ഫായിദകൾ വേറെ 50ഓളം ഓരോ കാര്യങ്ങൾ ചിലത് ആവർത്തിച്ച രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത്രയും ഫായിദകൾ ഈ ആയത്തിൽ നിന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടമിടപാടുകൾ നടക്കുമ്പോൾ ഈ ഒരു കാര്യം പാലിക്കുക എന്നുള്ളത് പിന്നീട് പരസ്പരം ഒരു പ്രശ്നമില്ലാതിരിക്കാനും കാര്യങ്ങൾ നീതിപൂർവമാകാനും മുഅ്മിനീങ്ങൾ തമ്മിൽ ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ എത്താതിരിക്കാനും എല്ലാം ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് വ്യക്തമാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.
ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇതോടുകൂടി അവസാനിച്ചു. അടുത്ത ആയത്തുകൾ നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹ്.